ഫ്രണ്ട്സ്, DIY എവരിത്തിങ് ഹോം മെയ്ഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓർഗാമി ജമ്പിങ് ഫ്രോക്കാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ലാസ്റ്റ് ഇട്ട ഓർഗാമി വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ സജഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, എല്ലാവരും പോയി കാണണം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തവളേനെ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യം ആകെ ഒരു കളർ പേപ്പറും സിസേഴ്സുമാണ്. ഞാനിവിടെ ഒരു ഓറഞ്ച് കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. തവളയുടെ കളർ നോർമലി പച്ച മഞ്ഞയൊക്കെയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ ആയതുകൊണ്ട് എനിക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രീൻ കളർ പേപ്പറും കിട്ടാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഓറഞ്ച് ഷീറ്റ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ പേപ്പറിനെ ഈക്വലായിട്ട് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പണ്ട് ബോട്ടൊക്കെ ഉണ്ടാക്കുക യൂസ് ചെയ്യുന്ന പോലെ രണ്ട് സൈഡിൽ നിന്നും ട്രയാങ്കിൾ ഷേപ്പിൽ ഈ സെൻറ്റർ പോർഷനിലേക്ക് ഫോൾഡ് ചെയ്യാം. എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ പോർഷൻ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ഇവിടെ റെഡിയാണ്. നമുക്കിനി ഇതിനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരു എക്സ് ഫോം ചെയ്യണം, 2 എക്സ് ഫോം ചെയ്യണം. സോ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോൾഡ് ചെയ്തിരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റായി സെയിം രീതിയിൽ തന്നെ ട്രയാങ്കിൾസ് ആയിട്ട് ഫോൾഡ് ചെയ്യുക, 2 സൈഡിൽ നിന്ന്. അപ്പോൾ നമുക്കിവിടെ കാണാം 2 എക്സ് ഫോം ചെയ്തിട്ടുണ്ട്. സോ നമ്മളിനി ഇവിടെ സെൻറ്ററിലേക്ക് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യുന്ന രീതിയിൽ 2 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യണം. ഞാനിതിനെ ചെരിച്ച് വയ്ക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം 2 അറ്റത്തു നിന്നും ഇങ്ങോട്ടേക്കും 2 സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യാറുള്ളതാണ്. ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാണ്. ആക്ച്വലി ഒരു ഡയമണ്ടാണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ട്രയാങ്കിളായി. ഇനി ഇപ്പുറ സൈഡിൽ നിന്ന് നമ്മൾ സെയിം ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡയമണ്ട് ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ഡയമണ്ട് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടോ, അകത്തേക്കാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ഉള്ളത്. അതിനുശേഷം നമുക്ക് നമ്മുടെ തവളയുടെ 4 കാലുണ്ടാക്കാം. കാലുണ്ടാക്കാനായിട്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള ഏരിയാസ് ഇതുപോലെ മടക്കാം. 2 സൈഡിലും ചെയ്യണം അതുപോലെ. ഇപ്പോൾ ഒരു പോലെയൊക്കെയായി. നമുക്കിനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ ഈ മടക്കിയതിൻ്റെ അടുത്തുനിന്ന് പിന്നെയും സെൻറ്ററിലേക്ക് മടക്കാം. ഇതുപോലെ ഇതെല്ലാ സൈഡ്സിലും റിപ്പീറ്റ് ചെയ്യുക. നമുക്കിനി ഇതിന് നേരെ തിരിച്ചു വയ്ക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, ആ ഒരു ഫോൾഡിംഗ് ഉള്ള പാട് ഹൊറിസോണ്ടലായിട്ട് വരുന്ന രീതിയിൽ വേണം അതിനെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ 2 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യാം. നമുക്ക് താഴെയുള്ള ഈ ഒരു പോർഷൻ മുകളിലേക്ക് ഫോൾഡ് ചെയ്യാം. മാക്സിമം എന്തോരം പറ്റുമോ അത്രയും ഫോൾഡ് ചെയ്യാം. അതിനുശേഷം ഒരു 2 ഓപ്പണിങ്സ് കാണാൻ പറ്റും, ഒരു പോക്കറ്റ് പോലെ. അതിൻ്റെ ഉള്ളിലേക്ക് ആ ടോപ്പിലുള്ള 2 ഐറ്റംസും അകത്തേക്കാക്കി വയ്ക്കാം. നമുക്കിത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തവള റെഡി ആയിട്ടുണ്ട്, പക്ഷേ ജമ്പിങ് ഫ്രോക്ക് റെഡി ആയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. നേരെ ഇതിനെ ടേൺ ചെയ്യാം. അതിനുശേഷം ആ സെൻറ്റർ പോർഷനിലൂടെ നമുക്കിതിനെ മടക്കാം. സെൻറ്ററിൽ നിന്നല്ല, ആ ഒരു വര കാണുന്നിടത്ത് വെച്ച് നമുക്കിതിനെ മടക്കാം. അതിനുശേഷം താഴെ നിന്നും പിന്നെയും ആ സെൻറ്ററിലേക്ക് ഒരു ഫോൾഡിങ് വരുത്താം. അപ്പം നമ്മുടെ ചാടുന്ന തവള ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നല്ലോണം താവുന്നും കൂടി ഇതിനെ ഫ്രണ്ടിലേക്ക് അകത്തേക്ക് അതിനാക്കിയതിന് ശേഷം ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ തവള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ തവളേനെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എസ്പെഷ്യലി അത് ഓറഞ്ച് കളറായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.